എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് വിത്തിൻ 2 months തന്നെ എഴുതിയൊരു എക്സാം ആയിരുന്നത്. ഇവിടെ വന്നതിന് ശേഷം എഴുതിയ ഫസ്റ്റ് എക്സാമിൽ ഒരെണ്ണം തന്നെയായിരുന്നു. അപ്പോൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല, കാരണം ആദ്യം എഴുതുന്ന എക്സാംസ് ഒന്നും ക്ലിയർ ആവില്ല എന്നാണ് നമ്മൾ പൊതുവെ കേൾക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ക്ലിയർ ആവുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് എത്ര നാൾ പ്രിപ്പയർ ചെയ്തു? ഇതിപ്പോ ഒരു ഇവിടെ വരാന്തയിൽ 1 month ശേഷം ഉള്ള എക്സാം ആയിരുന്നു. 1 month ശേഷമുള്ള പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് എക്സാം ആയിരുന്നു ഇത്. ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു വരാന്തറൈസ് മലയാളം യൂട്യൂബ് ചാനൽ. പുതിയൊരു സക്സസ് സ്റ്റോറിയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് നമ്മളുള്ളത് വരാന്തറൈസ് എറണാകുളം ബ്രാഞ്ചിലാണ്. നമ്മുടെ കൂടെ ഉള്ളത് അദാലിയാണ്. അദാലിയ ഫെഡറൽ ബാങ്ക് PU ആണ് ക്ലിയർ ചെയ്തിട്ടുള്ളത്. അദാലിയുടെ വിശേഷങ്ങളിലേക്കും എങ്ങനെയാണ് എക്സാം ക്ലിയർ ചെയ്തതെന്ന് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ അദാലിയ, ഹൗ ഡു യു ഫീൽ? ഇപ്പോൾ ഒരു അച്ചീവർ ആയിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ട്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടിയൊരു പൊസിഷനായിരുന്നു ഇത്. ഞാൻ എക്സാം എഴുതി വിത്തിൻ 3 months ഇപ്പോൾ പോസ്റ്റിംഗ് ആയിട്ട് എത്തിയിരിക്കുന്നു. 3 months ഫുൾ പോസ്റ്റിംഗ് റെഡി കംപ്ലീറ്റ് ആയി. അപ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു റിക്രൂട്ട്മെന്റ് പ്രോസസ് ആയിരുന്നു. എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നു ഇത്ര എളുപ്പത്തിൽ ഒരു ജോലി കിട്ടും എന്നുള്ളത്? ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് വിത്തിൻ 2 months തന്നെ എഴുതിയൊരു എക്സാം ആയിരുന്നത്. ഇവിടെ വന്നതിന് ശേഷം എഴുതിയ ഫസ്റ്റ് എക്സാമിൽ ഒരെണ്ണം തന്നെയായിരുന്നു. അപ്പോൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല, കാരണം ആദ്യം എഴുതുന്ന എക്സാംസ് ഒന്നും ക്ലിയർ ആവില്ല എന്നാണ് നമ്മൾ പൊതുവെ കേൾക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ക്ലിയർ ആവുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് എത്ര നാൾ പ്രിപ്പയർ ചെയ്തു? ഇതിപ്പോ ഒരു ഇവിടെ വരാന്തയിൽ 1 month ശേഷം ഉള്ള എക്സാം ആയിരുന്നു. 1 month ശേഷമുള്ള പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് എക്സാം ആയിരുന്നു ഇത്. അതിനു മുമ്പേ ചെറുതായിട്ട് സെൽഫ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? റിസൾട്ട് അറിഞ്ഞപ്പോൾ ജോലി കിട്ടി എന്നുള്ളൊരു മൊമെന്റ്? ഞാനിവിടെ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് ഇവിടുത്തെ ലാബിലെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്റ്റലിലോട്ട് പോയായിരുന്നു. ഹോസ്റ്റലിൽ ചെന്ന് മെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കൺഗ്രാജുലേഷൻ മെയിൽ വന്നു. അപ്പം തന്നെ ഞാൻ വീട്ടിൽ വിളിച്ചു. എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ 2-3 റൗണ്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ റൗണ്ടും ഓരോന്നും എല്ലാത്തിനും റിസൾട്ട് ഞാൻ അറിഞ്ഞത് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ, ക്ലാസ് കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു ഈവനിങ് ടൈമിലാണ് എല്ലാത്തിനും റിസൾട്ട് ഞാൻ കണ്ടത്. അപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു. അതിന്റെ വീട് എറണാകുളത്ത് തന്നെയാണ്? എറണാകുളത്ത്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, പിന്നെ ഒരു ചേട്ടനോട്. അവരെങ്ങനെ റിയാക്ട് ചെയ്തു റിസൾട്ട് അറിഞ്ഞപ്പോൾ? ആരും തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിളിച്ചു വീട്ടിലോട്ട്, ആദ്യം തന്നെ വിളിച്ചു. ഞാൻ റിസൾട്ട് കണ്ട ഉടനെ വീട്ടിലോട്ട് വിളിച്ചതിന് ശേഷം അമ്മ ക്ലിയർ ആയി ഫസ്റ്റ് പറഞ്ഞ സെന്റൻസ് അതാണ്. അവരെല്ലാവരും ഹാപ്പി ആയിരുന്നു. പിന്നെ അതിനുശേഷം GD റൗണ്ട് ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ റൗണ്ട് ഉണ്ടായിരുന്നു. 2 റൗണ്ടും കഴിയാത്തത് കൊണ്ട് എല്ലാവർക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ 2 റൗണ്ടും ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. എന്താ പറഞ്ഞേ കിട്ടിയെന്ന് പറഞ്ഞാൽ? മീൻസ് എല്ലാ റൗണ്ടും ക്ലിയർ ചെയ്തു, ജോലി കിട്ടി, ഒരു ഓഫീസർ ആയി എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ എന്താ പറഞ്ഞ? ആദ്യമായിട്ട് എനിക്കിപ്പോഴും സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വിശ്വസിച്ചിട്ടില്ല. പോസ്റ്റിംഗ് എത്തി ആ ബ്രാഞ്ചിലോട്ട് കയറുമ്പോഴാണ് എനിക്കും ഇനി ശരിക്കും വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴും വീട്ടുകാർ വളരെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ എല്ലാവരും ചെറിയ ടെൻഷനോട് കൂടി തന്നെ ഇരിക്കുകയാണ്. നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ ജോയിൻ ചെയ്യുന്നത് വരെ എല്ലാവരും ഇപ്പോൾ ചെറിയൊരു ടെൻഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ഒരു പ്രിപ്പറേഷൻ ജേണി എങ്ങനെയായിരുന്നു? ഇപ്പോൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു ആദ്യം, അത് കഴിഞ്ഞ് ഇപ്പോൾ എറണാകുളം റേസിലേക്ക് വന്നു. ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ജോലി കിട്ടുന്നത് വരെയുള്ള? ഞാൻ എൻ്റെ കോഴ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഞാൻ MSc ഫിസിക്സ് ആണ് പഠിച്ചത്. MSc ഫിസിക്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സ്ലോലി യൂട്യൂബൊക്കെ നോക്കി സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലിരുന്ന് പഠിക്കണേക്കാളും നല്ലത് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് അവിടുത്തെ ഫെസിലിറ്റീസും ഒക്കെ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കേണ്ടതാണെന്ന് ഓർത്തിട്ട് ഞാൻ ഇവിടെ വരാന്തയിൽ വന്നു, ജോയിൻ ചെയ്തു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ വലിയൊരു ചേഞ്ച് ഉണ്ട്. നമ്മൾ സെൽഫ് പ്രിപ്പറേഷനും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ ഹെൽപ്പോട് കൂടെ പഠിക്കുന്നതിൽ തമ്മിൽ വളരെ വലിയൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മെൻറ്റേഴ്സിൻ്റെ ഹെൽപ്പും അതുപോലെ തന്നെ ഇവിടുത്തെ ലാബിൽ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് കുറച്ചൊക്കെ ചേഞ്ച് വന്നത് പഠിക്കുന്ന കാര്യത്തിൽ. അങ്ങനത്തെ ഒരു ചേഞ്ചും ഗ്രോത്തും കാരണമാണ് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.
ഇപ്പോൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്തു, അത് കഴിഞ്ഞ് റേസിലേക്ക് വന്നെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഒരുപാട് ഫെസിലിറ്റീസ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അദാലിയയ്ക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഫെസിലിറ്റി എന്തായിരുന്നു റേസിൽ? ഇപ്പോൾ സർക്കിളായിരിക്കും ചിലർക്ക് ലാബായിരിക്കും. അദാലിയയ്ക്ക് ഏതായിരുന്നു ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്? എനിക്ക് ഇവിടെ ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നപ്പോൾ തന്നെ ഫസ്റ്റ് ക്ലാസ് മാത്സിൻ്റെ ഷോർട്ട് ട്രിക്സും ഒക്കെ പറഞ്ഞപ്പോൾ ആ ക്ലാസ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നത് സർക്കിൾസ് ആയിരുന്നു ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത്. കാരണം ക്ലാസ്സിൽ നമ്മൾ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് പഠിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. വിത്തിൻ ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു സർക്കിളിൽ വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യനൊക്കെ സാധാരണ നമ്മൾ കാണുന്ന ക്വസ്റ്റ്യനേക്കാളും കുറച്ചും കൂടി ഒരു ഹയർ ഡിഫിക്കൽട്ടി സർക്കിൾസ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർക്കിൾസ് കുറേയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് കോൺഫിഡൻസ് ആയി. അങ്ങനെയാണ് മോക്ക് ടെസ്റ്റിലോട്ട് കടന്നത്. മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ സർക്കിളും അതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരുന്നു ഏറ്റവും ഹെൽപ്ഫുൾ ആയ ഒരു പ്രൊസീജിയർ. എത്ര മോക്ക് ചെയ്യാറുണ്ട് ഒരു ദിവസം? ഞാൻ അങ്ങനെ ഡെയിലി മോക്ക് എന്നുള്ള ഒരു സിസ്റ്റം ആയിരുന്നില്ല. ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഒരു മോക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ മോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഏതൊക്കെ ഏരിയസിലാണ് നമുക്ക് കുറച്ച് വീക്കായിട്ടുള്ളതെന്ന് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ ആ ഏരിയാസ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കലായിരുന്നു. ഈ ഒരു ജേണി ഒരുപാട് വലിയ ജേണിയൊന്നുമല്ല, പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോയ ഒരാളാണ്. ഈ ഒരു ജേണിയിൽ ഏറ്റവും സ്ട്രഗിൾ ആയിട്ട് തോന്നിയൊരു കാര്യം എന്തായിരുന്നു? ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത്? എനിക്ക് GK പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എനിക്കിപ്പോഴും GK ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് എയിം എന്ന് പറഞ്ഞാൽ CGL ക്ലിയർ ചെയ്യാമെന്നായിരുന്നു. അപ്പോൾ എനിക്ക് QA കുഴപ്പമുണ്ടായിരുന്നില്ല, മാത്സ് കുഴപ്പമുണ്ടായിരുന്നില്ല, റീസണിങ് ഒട്ടും കുഴപ്പമുണ്ടായിരുന്നില്ല, ഇംഗ്ലീഷും വലിയ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ജനറൽ അവയർനെസ് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് ഞാൻ എടുക്കുമ്പോൾ ഞാൻ ഒരു വട്ടം കണ്ണൊക്കെ നിറഞ്ഞ് നമ്മുടെ മെൻറ്ററിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ടായിരുന്നു, ഇത് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മിക്കവർക്കും അതുതന്നെ ആയിരിക്കും കുറച്ച് ഡിഫിക്കൽട്ടായ ഒരു ഭാഗം. ഇപ്പോഴും ജനറൽ അവയർനെസ് എങ്ങനെയാണ് ക്ലിയർ ചെയ്തതെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ആ ഒരു സംഭവം പറഞ്ഞാൽ ചോദിക്കുക, ഇന്റർവ്യൂവിന് ജനറൽ അവയർനെസ് എന്തായാലും അവർ ചോദിക്കുമല്ലോ. എൻ്റെ ഇൻ്റർവ്യൂ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. എൻ്റെ ഇൻ്റർവ്യൂവിൽ അവർ ഒരുപാട് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബാങ്കിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ ചോദിച്ചത്. അല്ലാതെ ജനറൽ അവയർനെസ് കാര്യങ്ങൾ അധികമൊന്നും ചോദിച്ചില്ലായിരുന്നു. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു ഫ്രണ്ട്ലി ആയ ഒരു കമ്മ്യൂണിക്കേഷൻ പോലെയായിരുന്നു ഇൻ്റർവ്യൂ നടന്നത്. ഇല്ല, അതുകൊണ്ട് ഇല്ല, മോക്ക് അറ്റൻഡ് ചെയ്തില്ല. അതിലേക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് ഏതായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനറൽ അവയർനെസ് GK ആണ് ഏറ്റവും ഡിഫിക്കൽട്ട്. എങ്ങനെ ഓവർകം ചെയ്തു ആ ഒരു ഡിഫിക്കൽട്ടി? ജനറൽ അവയർനെസ് എടുക്കുമ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഇത് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷേ ഓരോ വട്ടം എനിക്ക് തോന്നുന്നു റിപ്പീറ്റ് ചെയ്ത് ഓരോ ടോപ്പിക്ക് നോക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു ഏരിയാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ പോയിന്റുകൾ മാത്രം നമുക്ക് ഓർമ്മയിൽ നിൽക്കുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ക്ലിയർ ചെയ്ത എക്സാമിൽ ജനറൽ അവയർനെസ് കമ്പാരിറ്റീവ്ലി എനിക്ക് ഈസിയർ ആയിട്ട് തോന്നി. ഞാൻ ബാക്കി മോക്ക് എഴുതുന്നതിന് വെച്ച് നോക്കുമ്പോൾ ഞാനിപ്പോൾ ക്ലിയർ ചെയ്ത എക്സാമിൻ്റെ GK എനിക്ക് അത്യാവശ്യം എളുപ്പമായിരുന്നു. അതുകൊണ്ടാണ് ബാക്കി എക്സാംസ് ഞാൻ എഴുതുമ്പോൾ മോക്കൊക്കെ എഴുതുമ്പോൾ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷും ഞാൻ ക്ലിയർ ആവാറുണ്ട്. പക്ഷേ ഒരു സെക്ഷൻ കട്ട് ഓഫ് ക്ലിയർ ആയില്ലെങ്കിൽ മൊത്തത്തിൽ എക്സാം പോകുമല്ലോ. അപ്പോൾ ജനറൽ അവയർനെസ് ക്ലിയർ ആയപ്പോൾ എനിക്ക് ബാക്കി സാധനങ്ങൾ അത്യാവശ്യം സ്ട്രോങ് ആയ കാരണം ഞാൻ SSC തന്നെ ആയിരുന്നു എൻ്റെ മെയിൻ എയിം. പക്ഷെ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ബാങ്കും നമുക്ക് നല്ലത് ഏതാ, ഞാൻ ബാങ്കും വിത്ത് SSC രണ്ടും നോക്കുന്നുണ്ടായിരുന്നു. SSC ആയിരുന്നു എൻ്റെ മെയിൻ എയിം. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റിയ കാരണം ഇതിലോട്ട് ചൂസ് ചെയ്ത് പോയതാണ്. PG കഴിഞ്ഞു എന്ന് പറഞ്ഞു. PG കഴിഞ്ഞിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരിക എന്ന് വെച്ചാൽ വളരെ റെയർ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്. ഡിഗ്രി കഴിഞ്ഞ് PGക്ക് പോകണമെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങൾ വേറെ ആയിരിക്കും. എങ്ങനെ ആ ഒരു ഫീൽഡിലേക്ക് എത്തിയത്? എനിക്ക് ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഇഷ്ടം കൊണ്ട് ഞാൻ ഡിഗ്രി ചൂസ് ചെയ്തതാണ്. അതിൻ്റെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഞാൻ MSc ചൂസ് ചെയ്തു. അതിനുശേഷം ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന നിലയിൽ ഒരു ജോബ് മാർക്കറ്റിൽ നമുക്കൊരു ഡിഗ്രി എടുത്തത് കൊണ്ട് നമ്മുടെ നാട്ടിൽ വലിയ സ്കോപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു ഗവൺമെൻറ് ജോബ് SSC ബാങ്കിങ് എക്സാംസിലോട്ട് ഫോക്കസ് ആയത്. ഓൾറെഡി മുമ്പിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. എന്നാലും ഫുൾ ഫോക്കസ് കൊടുത്ത് ഇങ്ങനെ പഠിക്കാൻ ഇരിക്കണമെന്ന് ഞാൻ ഡിസിഷൻ എടുത്തിട്ട് ഒരു 3-4 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. സ്വന്തമായിട്ടൊരു തീരുമാനമാണ്, ആരുടെ ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയാണ്ട് കുറച്ച് നാളെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു പിന്നെ ബെറ്റർ ഓപ്ഷൻ ഏതാണെന്ന് നമ്മൾ നോക്കിയും കണ്ട് ചൂസ് ചെയ്ത് ലൈഫ് ഒന്ന് സെറ്റിലാക്കാൻ വേണ്ടി ചൂസ് ചെയ്ത ഒരു ഓപ്ഷനാണിത്.
പിന്നെ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്, എറണാകുളം വെരാന്തറൈസിലേക്ക് എത്തിയത്? ഞാൻ ഇവിടെ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. നമ്മൾ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും, അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആകും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ, ഞാൻ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യായിരുന്നു, ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന സമയത്ത് അത്ര അങ്ങോട്ട് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല. അപ്പോൾ എവിടെയെങ്കിലും ഒരു റെസിഡൻഷ്യൽ ആയിട്ട് ഇരുന്ന് പഠിക്കണം എന്നായിരുന്നു പ്ലാൻ. ഒരു ഹോസ്റ്റൽ എടുത്ത് കംഫർട്ട് സോണിൽ നിന്ന് മാറി നിന്ന് പഠിക്കണം എന്നായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇങ്ങനെ ഓരോന്നും എടുത്തു, ഗൂഗിൾ റിവ്യൂസ് വായിച്ചു, അതുപോലെ തന്നെ ഓരോരുടെ യൂട്യൂബ് ചാനൽ, എല്ലാ ഡീറ്റെയിൽസ് ഞാൻ കേരളത്തിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും അത്യാവശ്യം ഒന്ന് റിസർച്ച് ചെയ്തു. എല്ലാത്തിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ നോക്കിയിട്ട് എറണാകുളത്തുള്ള വരാന്ത ചൂസ് ചെയ്തതാണ്. സമയം എടുത്ത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ജോയിൻ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ഒരു 1 or 2 weeks അതിന് മുമ്പ് ഞാൻ 2-3 സ്ഥലങ്ങളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് വീടിന് ദൂരെയുള്ളത്. പിന്നെ ഈ എറണാകുളം ഡിസ്ട്രിക്റ്റ് തന്നെ, ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റാണ്, അപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുമായിരുന്നു. 3-4 എണ്ണം നോക്കി, എല്ലാ സ്ഥലത്തും ഞാൻ വിളിച്ചു അന്വേഷിച്ചു. പിന്നെ അവരുടെ റിസൾട്ട്സും ഒക്കെ നോക്കി, അവരുടെ ഗൂഗിൾ റിവ്യൂസ് നോക്കി, അവരുടെ പ്രീവിയസ് പാസ് ഔട്ട് ആയവർ, അവരുടെ സക്സസ് മീറ്റിൻ്റെ സ്റ്റോറീസ് എല്ലാം നോക്കി കണ്ട് സെലക്ട് ചെയ്തതാണ് വരാന്തറൈസ്. ഇപ്പം ആദ്യം സെൽഫായിട്ടാണ് പ്രിപ്പയർ ചെയ്തത്, അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉള്ളൊരു അതാലിയുണ്ട്, ആൻഡ് ഇപ്പോൾ ക്ലിയർ ചെയ്തതിന് ശേഷമുള്ളൊരു അതാലിയുണ്ട്. എന്താണ് അതിലൊരു ചേഞ്ച് ആയിട്ട് തോന്നുന്നത്? പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ക്ലിയർ ആവോ, ക്ലിയർ ആവില്ലേ, എന്തായിരിക്കും, ക്ലിയർ ആയില്ലെങ്കിൽ ലൈഫ് എങ്ങനെയായിരിക്കും, ക്ലിയർ ആയാൽ എങ്ങനെ ലൈഫ് എങ്ങനെയായിരിക്കും, ഫുൾ ആലോചിച്ച് ഫുൾ ടെൻഷനാണ്. എന്നാലും നമുക്ക് വേറെ ഒരു ചിന്തയില്ല, പഠിക്കാം, അതുമാത്രം നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. പിന്നെ എക്സാം ക്ലിയർ ആയി, ഇപ്പോൾ ജോബ് റോളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും തോട്ട് പ്രോസസ്സും മൊത്തം മാറിയെന്നുള്ളൂ, അല്ലാതെ വലിയ വ്യത്യാസം. സെയിം ആളെ. എത്ര നേരം പഠിക്കുമായിരുന്നു ഡെയിലി? രാവിലെ ആയിരുന്നോ അതോ രാത്രിയാണോ പഠിക്കാറ്, അതോ റേസ് ചെയ്യുന്ന മാത്രമാണോ പഠിക്കാറ്? ഞാൻ രാവിലെ പഠിക്കുന്ന ആളല്ല, രാത്രി പഠിക്കുന്ന ആളാണ്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് അതെനിക്ക് അത്ര കംഫർട്ടല്ല. റേസിലിരിക്കുന്ന സമയത്താണ്. ഇപ്പോൾ രാവിലെ ക്ലാസ് തുടങ്ങും, അതിന് മുമ്പ് ഒരു 1 hour വേണമെങ്കിൽ നമുക്ക് ലാബിൽ ഇരിക്കാനുള്ള ടൈം കിട്ടും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് ഒരു 4:30 ആകുമ്പോൾ ക്ലാസ് കഴിയും. ഒരു 5 ആകുമ്പോഴേക്കും ഞങ്ങളെല്ലാവരും ഒന്ന് പുറത്ത് പോയി ഫ്രഷ് ആയിട്ട് തിരിച്ചു വരും. എന്നിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ തന്നെ ഇരുന്നിട്ടായിരുന്നു ബാക്കി സ്റ്റഡീസ്. എന്നിട്ട് റേസ് ഒരു അടയ്ക്കുന്ന സമയമാകുമ്പോഴേക്കും ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് പോകും. പിന്നെ ഹോസ്റ്റലിൽ സെയിം ക്ലാസ്സിലും സെയിം ബാച്ചിലുള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരും വരുന്നൊരു ഗ്രൂപ്പ് സ്റ്റഡിയും, അങ്ങനെ ഹോസ്റ്റലിൽ നല്ല പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയറും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ റേസിലും കിട്ടുന്ന എല്ലാ ടൈമും എടുത്ത് പഠിച്ചിട്ടാണ്. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് സെൽഫ് മോട്ടിവേഷൻ. അതാലിയുടെ ആ ഒരു സെൽഫ് മോട്ടിവേഷൻ ഫാക്ടർ എന്തായിരുന്നു? ഒരു ജോലി കിട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. പിന്നെ നമുക്ക് പതുക്കെ മോട്ടിവേഷൻ ഓരോ ടൈം അനുസരിച്ച് കുറയും. ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യുന്ന അനുസരിച്ച് നമ്മുടെ മോട്ടിവേഷൻ കുറേയൊക്കെ കുറയും. നമുക്ക് ആ പ്രതീക്ഷയും ഹോപ്പൊക്കെ ഒന്ന് നഷ്ടപ്പെടും. എനിക്ക് അധികം ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ലാത്ത കാരണം അധികം അങ്ങോട്ട് ഹോപ്പൊന്നും നഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്നാലും ചില ദിവസമുണ്ട് ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ തോന്നുന്ന കുറേ ഡേയ്സ് ഉണ്ടാവാറുണ്ട്. എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് പഠിച്ച് ഇറങ്ങിയിട്ടുള്ളൂ. ഞാൻ കോഴ്സ് MSc കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങി വിത്തിൻ 2 months ഇവിടെ തന്നെ ജോയിൻ ചെയ്തു. അതുകൊണ്ട് എനിക്ക് അധികം മോട്ടിവേഷനൊന്നും പോകേണ്ട ഒരു സമയമായിട്ടുണ്ടായിരുന്നില്ല. മോട്ടിവേഷൻ പോകുന്ന സമയത്തിന് മുന്നേ ജോലി കിട്ടി. വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു ഈ ഒരു പ്രോസസ്സിൽ? വീട്ടുകാർ കംപ്ലീറ്റ് ഫുൾ സപ്പോർട്ടാണ്. വീട്ടുകാർ എന്ത് വേണമെങ്കിലും, ഞാനിപ്പോൾ സെൽഫായിട്ടിരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ സെൽഫായിട്ടിരുന്ന് പഠിക്കാൻ ഫുൾ ഹെൽപ്പും ചെയ്തു തരായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ സെൽഫായിട്ട് പഠിക്കുന്നത് ശരിയാവില്ല, എവിടെയെങ്കിലും പോയി പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ എവിടെ വേണമെങ്കിലും പോയി പഠിക്കാനുള്ള എല്ലാ സ്ഥലത്തെയും ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനും, അതുപോലെ തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഉള്ളവരെ ഒന്ന് കണ്ടുപിടിച്ച് അവരുടെ ഡീറ്റെയിൽസ് ചോദിച്ച് എല്ലാം അറിഞ്ഞു വെക്കാനും ഒക്കെ എൻ്റെ വീട്ടുകാരായിരുന്നു ഹെൽപ്പ് ചെയ്തത്. അതിനുശേഷം ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാതെ വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഒന്നും തരാതെ തന്നെ അവർ ഫുൾ സപ്പോർട്ട് ചെയ്ത് കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. നമ്മൾ പഠിക്കുന്ന സമയത്ത് കമ്പൊന്നും ഡൗൺ ആയി കഴിഞ്ഞാലും ബാക്കിയുള്ളവർ പഠിക്കുന്ന കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ തോന്നും. അപ്പോൾ ആ ഒരു പിയർ ഗ്രൂപ്പ് എങ്ങനെ ഹെൽപ്പ് ചെയ്തു? എൻ്റെ ഹോസ്റ്റലിൽ തന്നെ എൻ്റെ ക്ലാസ്സിലുള്ളവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും അത്യാവശ്യം കമ്പനിയായിരുന്നു. ഇപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഏത് സമയത്താണെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട്സ് ഷെയർ ചെയ്യും. വാട്സപ്പിൽ നമ്മൾ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ വേഗം ആൻസർ ചെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ അതിൻ്റെ സൊല്യൂഷൻസും ഒക്കെ
എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ, അതുപോലെ തന്നെ എല്ലാവരും എല്ലാ രീതിയിലും തന്നെ നല്ല ഹെൽപ്പായിരുന്നു. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാൻ മാത്രമല്ല എല്ലാ കാര്യത്തിലും സപ്പോർട്ടും, അതുപോലെ തന്നെ ലൈഫ് ഒന്ന് ഫ്രീ ആയിട്ട് അധികം സ്ട്രെസ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിച്ചത് മെയിനായിട്ട് റേസിലെ ഫ്രണ്ട്സ് തന്നെയാണ്. അതാലിയുടെ മെന്റർ ആരായിരുന്നു റേസിൽ? എൻ്റെ മെന്റർ ജിബിൻ സാറായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു മെന്റർ സപ്പോർട്ട്? ജിബിൻ സാറ് വളരെയധികം സപ്പോർട്ട് ചെയ്തൊരു സാറാണ്. അതായത് ത്രൂ ഔട്ട് സ്റ്റാർട്ടിങ് തൊട്ട് ഇന്നേ ദിവസം വരെ, ഇന്ന് ഞാൻ കണ്ടില്ല സാറിനെ, ഞാനിവിടെ ഉണ്ടായിരുന്ന എല്ലാ ദിവസവും ലാസ്റ്റ് ഡേ ഞാനിവിടെ കണ്ടപ്പോൾ തൊട്ട് ലാസ്റ്റ് ഡേ ഞാനിവിടെ വന്നപ്പോൾ തന്നെ സാറിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. സാറ് ഞങ്ങളുടെ സർക്കിൾസിനൊക്കെ മെയിനായിട്ട് സാറാണ് നിൽക്കാറ്. എല്ലാ ക്വസ്റ്റ്യനും സാർ ആൻസർ കിട്ടുന്നത് വരെ മെൻറ്റേഴ്സ് റൂമിൽ പോയാലും സാർ തന്നെ ചെയ്ത് നോക്കി ആൻസർ കിട്ടി ഫുൾ നമുക്ക് മനസ്സിലാകുന്ന വരെ പറഞ്ഞ് ഫുൾ സപ്പോർട്ട് ചെയ്ത് ഫുൾ ഹെൽപ്പ് ചെയ്തായിരുന്നു കൊണ്ട് നടന്നത്. നമ്മളെല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഇപ്പം പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്ത ടൈമിലേക്ക് പോയിട്ട് ചെയ്തൊരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുന്ന ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഇത്രയും എളുപ്പത്തിൽ ജോലി കിട്ടിയ മീൻസ് പെട്ടെന്ന് ജോലി കിട്ടിയാലുള്ള ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ വരുത്തി എന്തെങ്കിലും ഒരു പിഴവ് തിരുത്തണം എന്നൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏതായിരിക്കും മാറ്റുക? എനിക്ക് തോന്നുന്നു ഞാൻ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്ത സമയം കൂടി ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്ത് ഫുള്ളായിട്ട് ഇരുന്ന് പഠിക്കുന്നതായിരുന്നു കുറച്ചും കൂടി നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സമയം നമ്മൾ വേസ്റ്റ് ചെയ്ത് കളഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ആ ടൈമൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിലും നേരത്തെ ജോലി കിട്ടിപ്പോയേ. ഓക്കെ, നമുക്ക് ഇനി റിസൾട്ട് അറിഞ്ഞ ആ ഒരു മൊമെന്റിലേക്ക് വരാം. നമുക്ക് റിസൾട്ട് ഇങ്ങനെ കിട്ടി, നമുക്കൊരു വിജയം കിട്ടി കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുമല്ലോ. ചിലപ്പോൾ ഏതെങ്കിലും നമ്മൾ മുമ്പ് കണ്ട മൂവിയിൽ ഏതെങ്കിലും സീനായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിരിക്കും. അങ്ങനെ എന്താണ് പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നത് ആ ഒരു മൊമെന്റിൽ? പെട്ടെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്ന റിസൾട്ടൊന്നുമല്ല. നമ്മൾ 2-3 എക്സാംസ് ഒക്കെ ഞാൻ മുമ്പ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ചിലപ്പോൾ 1-2 സെക്ഷൻ ക്വാളിഫൈ ആയിട്ടുണ്ടാവും. എന്നാലും എനിക്കിനി ടൈം ഉണ്ട് എന്ന് ഓർത്തായിരുന്നു ഞാൻ ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് ഞാൻ ജസ്റ്റ് ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു മെയിൽ വരുന്നത് നോട്ടിഫിക്കേഷൻ കണ്ടു. മെയിൽ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ക്ലിയർഡ് ദി എക്സാം എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ തന്നെ ഞാൻ വീട്ടിലോട്ട് വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, എല്ലാവരും ഹാപ്പിയായി. ഇനി എന്താണ് എന്നുള്ള എക്സാം ക്ലിയർ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ലല്ലോ. എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടിനും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് അറിയാതെ ഞെട്ടിയിരിക്കുകയായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് എക്സാം ക്ലിയർ ചെയ്ത് വരുന്നേക്കുന്നത്. അപ്പോൾ GDക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കലായിരുന്നു. എക്സാം ക്ലിയർ ആയതിന് ശേഷം മനസ്സിലായതിന് ശേഷം പിന്നെ ഞാൻ ഈ ബാക്കി കാര്യങ്ങൾ ക്ലിയർ ആവുമോ എന്ന് അറിയാത്ത കാരണം സ്റ്റിൽ വേറെ എക്സാംസ് നോക്കി ഇരിക്കൽ തന്നെയായിരുന്നു. ആൻഡ് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു മൊമെന്റ് ഞാൻ ഉദ്ദേശിച്ചത്, അതായത് എക്സാം ക്ലിയർ ആയി, GD കിട്ടി, ഇന്റർവ്യൂ കിട്ടി, കയ്യിൽ ജോലി കിട്ടി, ഇനി ജോയിൻ ചെയ്താൽ മതി. ആ ഒരു അവസരം ഓഫർ ലെറ്റർ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോഴും എനിക്ക് വിശ്വാസമായിട്ടില്ല എനിക്ക് ജോലി കിട്ടി എന്നുള്ളത്. ഞാൻ ഇവിടെ വന്ന് ഇപ്പോൾ ഇരിക്കുമ്പോൾ പോലും ഞാൻ നെക്സ്റ്റ് വീക്ക് എനിക്ക് പോയി സൈൻ ഇടണം, അതിന് ശേഷമാണ് ഞാൻ ജോലിക്ക് കയറുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാനിവിടെ വന്ന് ക്ലാസ്സിൽ ഇന്നും കൂടി കയറാം എന്നോർത്തിട്ട് തന്നെയാണ് ഞാനിന്ന് വന്നത്. ഇന്നും ക്ലാസ്സിൽ കയറാൻ പറ്റിയിരുന്നെങ്കിൽ എന്നോർത്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എവിടെയാണ് പോസ്റ്റിംഗ് വന്നിട്ടുള്ളത്? എനിക്കിപ്പോൾ പോസ്റ്റിംഗ് വന്നേക്കുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ്. അതിലിപ്പോൾ വളരെ കുറച്ച് സമയം റേസിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഉള്ള സമയത്തെ നമ്മുടെ റേസിന്റെ മെമ്മറീസ് ഒന്ന് ഷെയർ ചെയ്യാം, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മൾ സാധാരണ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കേൾക്കുമ്പോൾ ആദ്യം വിചാരിക്കുന്നത് എല്ലാവരും ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്നു, എല്ലാവരും സ്ട്രെസ്ഡ് ഫേസോട് കൂടി ഇരിക്കുന്നു, ആരും ചിരിക്കുന്നില്ല, അങ്ങനത്തെ ഒരു ഇമേജാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരാം. പക്ഷെ ശരിക്കും ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. ഇവിടെ ആദ്യം വന്നപ്പോൾ തൊട്ട് വളരെ ഫ്രണ്ട്ലി ആയ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെയായിരുന്നു മെൻറ്റേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും എല്ലാവരും ഇരുന്നത്. അതുപോലെ തന്നെ ഞാൻ വന്ന് ഒരു വിത്തിൻ 2 months ഞങ്ങൾക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ വളരെ വലിയൊരു പ്രോഗ്രാം ആയിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ക്രിസ്മസ് സെലിബ്രേഷൻസ് ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല ക്രിസ്മസ് സെലിബ്രേഷൻസിൽ ഒന്നായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്മസ് സെലിബ്രേഷൻ. ഞങ്ങളിവിടെ ഡാൻസ്, DJ അങ്ങനെ പല ഇവൻറ്റ്സും ഒക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ ക്രിസ്മസ് പ്രോഗ്രാം. അതുപോലെ തന്നെ ഇപ്പം പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ജസ്റ്റ് നമ്മൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുക എന്നുള്ളൊരു രീതിയല്ല ഇവിടുത്തെ രീതി. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പഠിക്കുന്ന പ്രോഗ്രാംസ് ഒക്കെ പോലെ ഓരോ ഇവൻറ്റ്സ് നടത്താറുണ്ട്. ഫോർ എക്സാമ്പിൾ ട്രഷർ ഹണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ട്രഷർ ഹണ്ട് എങ്ങനെയാണ് നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓരോ ക്ലൂവും ഓരോ ക്വസ്റ്റ്യനാണ്. ആ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസർ വെച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നത്. അതായത് നമ്മൾ ശരിക്കും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നു,
പക്ഷേ അതോടൊപ്പം തന്നെ ആ ആൻസർ നെക്സ്റ്റ് ക്ലൂവിലോട്ട് ലീഡ് ചെയ്യുന്നു. അങ്ങനെയായിരുന്നു ട്രഷർ ഹണ്ട് നടത്തിയത്. ആ ട്രഷർ ഹണ്ടിന് ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിന് ഞങ്ങൾക്ക് ഫസ്റ്റ് അടിച്ചു. മന്തി ആയിരുന്നു പ്രൈസ്. അതുപോലെ തന്നെ എല്ലാ പ്രോഗ്രാംസും അത്യാവശ്യം ഏറ്റവും എനിക്ക് മെമ്മറി എന്ന് പറയാൻ ഏറ്റവും ബെസ്റ്റ് മെമ്മറി ഇവിടുത്തെ ട്രഷർ ഹണ്ട് ആയിരുന്നു. അത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പ്രോഗ്രാം ആയിരുന്നു. ജാനുവരിയിലായിരുന്നു ട്രഷർ ഹണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഈ ബിൽഡിംഗ് മൊത്തം ഓടി നടന്ന് ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിൽ ഇത്രയും സന്തോഷം കിട്ടുമെന്ന് മനസ്സിലായത് ആ ട്രഷർ ഹണ്ട് പ്രോഗ്രാമിലൂടെയായിരുന്നു. ഇപ്പൊ അതിലെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, ഇപ്പം നമ്മൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു എക്സാമിനാണെങ്കിലും എല്ലാവരും വിചാരിക്കുക രാവിലെ വരുന്നു, നമ്മൾ ക്ലാസ് കയറും, വൈകുന്നേരം വരെ ക്ലാസ്സിനകത്തിരിക്കും, പഠിക്കും, ഫുൾ ടൈം ബുക്ക് നോക്കിക്കൊണ്ടിരിക്കും, വീട്ടിൽ പോയിട്ട് നമ്മളിരുന്ന് പഠിക്കും, അങ്ങനെയാണ്. പക്ഷേ ഇവിടെ നമ്മുടെ അപ്രോച്ച് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ ട്രഷർ ഹണ്ട് ഉണ്ട്. ട്രഷർ ഹണ്ടിലാണെങ്കിൽ നമ്മളവിടെ പഠിക്കുകയാണ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, വർക്ക്ഷോപ്പുകളുണ്ട്, ക്വിസ് പ്രോഗ്രാംസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ അദാലിയോട് ഒരാൾ ഒന്ന് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഞാൻ റേസ് ചൂസ് ചെയ്യണം, വരാന്ത റേസിന് എന്തിനു ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ആ ക്വസ്റ്റ്യനിൽ തന്നെ ആ ഒരു ആൻസർ ഉണ്ട്. കാരണം വരാന്ത റേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന ഒരു സിസ്റ്റം മാത്രമല്ല ഇവിടെ ഉള്ളത്. നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം കുറച്ച് എൻജോയ് ചെയ്ത് പഠിക്കുന്ന ഓരോ രീതികളാണ്. പുതിയ നമ്മൾ ടെക്നോളജി കണ്ടുപിടിച്ചു എന്ന് പറയുന്ന പോലെ പുതിയ ഐഡിയാസ് കണ്ടുപിടിച്ച് പഠിക്കുന്നത് എത്രത്തോളം എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും എന്ന് മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷം. നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്നു, അത്യാവശ്യം കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ ഇരുന്ന് പഠിക്കുന്നു, ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു. എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമുക്കും ഓരോ ഗെയിംസിലൂടെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിയർ ചെയ്യുന്നു. വർക്ക്ഷോപ്പ് ആണെങ്കിലും ആദ്യം ആർക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാം, സർക്കിൾ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ ഓരോ സാധനങ്ങൾ, ഓരോ ക്വസ്റ്റ്യനും ഓരോ പ്രോഗ്രാമും ചെയ്യുന്നത്. പ്രോഗ്രാം മീൻസ് ഓരോ നമ്മുടെ ക്വസ്റ്റ്യനെയറുകളൊക്കെ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും നമ്മുടെ മൈൻഡ് ഡള്ളാകാതിരിക്കാൻ വരാന്ത റേസ് നല്ലോണം ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മളും കൂടി കുറച്ച് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വളരെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷനോട് കൂടെ പഠിച്ച് നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. പഠിത്തം ഒരു ബേർഡൻ ആയിട്ട് തോന്നുന്നില്ല. ഇപ്പം ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും. അതിൽ ഒരുപാട് തരം ആൾക്കാരുണ്ടാവും. ഇപ്പോൾ പുതുതായിട്ട് എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും. അതേപോലെ ആദ്യം തന്നെ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. കോച്ചിങ് സെൻറ്ററിൽ പോകണോ എന്ന് സംശയിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നെക്കൊണ്ട് പറ്റുമെന്ന് സംശയിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇനി ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ഫീൽഡിലേക്ക് പഠിക്കണം, പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? ഒരു മോട്ടിവേഷൻ ആയിട്ടോ ടിപ്പായിട്ടോ? നമ്മളിത് ഡിലേ ആക്കാതെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമുക്കൊരു നല്ലൊരു ജോലി കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതായത് നമ്മൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഓക്കെ. പക്ഷേ മെജോറിറ്റി നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് പല ഡിസ്ട്രാക്ഷൻസ് വരും. നമ്മൾ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആവും. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ഇതിൽ തന്നെ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ പഠിക്കുന്ന എല്ലാവർക്കും, അതായത് ഇപ്പോൾ പഠിക്കാൻ ആലോചിക്കുന്നവർ, ഇപ്പോൾ പഠിക്കുന്ന എല്ലാവരും ആരും തന്നെ ഗീവ് അപ്പ് ചെയ്യാതിരിക്കുക, കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. എന്തായാലും നമ്മൾ നല്ലൊരു ഹാർഡ് വർക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു ജോലി നേടാൻ സാധിക്കും. അപ്പോൾ അദാലിയുടെ ഈ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ ഒരുപാട് ആൾക്കാർ വന്നു പോയിട്ടുണ്ടാവും, ഫ്രണ്ട്സായിട്ടും ടീച്ചേഴ്സായിട്ടും മെൻറ്റേഴ്സായിട്ടും വീട്ടുകാരായിട്ടൊക്കെ. അപ്പോൾ അവരോട് എല്ലാവരോടും ഒരു താങ്ക്സ് പറയാനുള്ള ഒരു അവസരമാണ് പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് എൻ്റെ വീട്ടുകാരോടാണ്, എൻ്റെ പേരൻസ്, എൻ്റെ ചേട്ടൻ. ഇവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ വരികയോ പഠിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. അപ്പം അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഇവിടെ വരാന്ത റേസിൽ എന്ന് പറയുമ്പോൾ റേസിലുണ്ടായ എല്ലാ മെൻറ്റേഴ്സും, ഞാനുണ്ടായത് ഇപ്പോൾ പല മെൻറ്റേഴ്സും പോയി. ഇപ്പം അനന്ത് സാറില്ല, ജിബിൻ സാറുണ്ട്. എൻ്റെ മെൻറ്റർ, എൻ്റെ ക്ലാസ്സിലെ മെൻറ്റർ ജിബിൻ സാറായിരുന്നു. പിന്നെ അതുപോലെ തന്നെ October 15 ആയിരുന്നു എൻ്റെ ബാച്ച്. October 15 ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരും തന്നെ ഒരേപോലെ പഠിക്കാൻ ശ്രമിക്കുക, ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് പഠിച്ചു പോകുന്നവരാണ്. അവരെല്ലാവരെയും, അതുപോലെ തന്നെ എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഹോസ്റ്റലിലെ റൂംമേറ്റ്സും എല്ലാവരും ആണെങ്കിൽ തന്നെ ആരും നമ്മളെ പഠിക്കുന്നതിന് ഹിൻഡർ ചെയ്യുന്ന ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, നമ്മൾ പഠിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും, അവരും സ്വയം പഠിക്കുകയും അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയവരാണ്. അപ്പോൾ എല്ലാവരോടും ഒരു വലിയ താങ്ക് യു. അതുപോലെ തന്നെ ദൈവത്തോടും വലിയൊരു താങ്ക്സ്. ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു എക്സാം കിട്ടിയെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഭാവി പരിപാടി? ഇപ്പോൾ കിട്ടിയ ജോബിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. ഇതിൽ നെക്സ്റ്റ് മന്ത് ജോയിൻ ചെയ്യും. ഏറ്റവും നല്ലോണം എക്സൽ ചെയ്ത് ഇതിനകത്ത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഇപ്പം കറൻ്റ്ലി എൻ്റെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഇനി ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.